ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഈസി പൊറോട്ട. ആദ്യം തന്നെ ഇവിടെ ഒരു 3 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തു. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലൊരു ഇത് വേണം. നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിൽ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഓവറായിട്ട് വെള്ളമായി പോയത് വെള്ളമായി പിന്നെ മൈദ നമ്മൾ ഇതിൻ്റെ ഇടുന്നു. അത്രയും വേണ്ട, ഞാൻ പറഞ്ഞ അത്രയും വെള്ളം മതിയാവും. പിന്നെ നമ്മളുടെ ഫ്ലോറിൽ നമുക്ക് കുറച്ച് മൈദ തേച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ആ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. ഒട്ടിപ്പിടിക്കൽ മാറി നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമുക്ക് ഇതുപോലെ എന്ന് വരണം, നല്ല കുത്തിയ കുഴി ഞങ്ങൾ പോകുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ തൂത്തിട്ട് അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി, എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് തൂത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് നമ്മൾ കുറച്ച് മാവ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ മാവിന്റെ മേളിലും നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ നിങ്ങൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം അത് കട്ടിയാവാൻ പാടില്ല, മാവ് കട്ടിയാവാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു തുണി നമുക്കൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അത് അതിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കോട്ടൺ തുണി ആയിരിക്കും നല്ലത്, തോട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുറച്ചും നല്ലത്. ഈർപ്പം നിൽക്കണം, അത് ഡ്രൈ ആവാൻ പാടില്ല. നമ്മുടെ മാവ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ ഇങ്ങനെ ഇടണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. 2 മണിക്കൂറാണ് വെച്ചത്. 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് മാവായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ജസ്റ്റ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ ഫ്ലോർ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നെയ്യും എണ്ണയാണ് രണ്ടും കൂടെ ഒരേ അളവിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് തൂത്തിട്ട് ആ ഫ്ലോർ നന്നായിട്ടൊന്ന് തൂത്തിട്ട് നമുക്ക് ആ മാവ് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. കാരണം ഈ മാവ് എത്രത്തോളം നമ്മൾ നന്നായിട്ട് കുഴക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുത്ത് നമ്മളത് ചെയ്യുന്നു അത്രയും ആ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതെ, നമ്മൾ ഏകദേശം ഒന്ന് നമ്മുടെ മാവായിട്ട് നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഒന്ന് വലിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാകില്ല, വലിയ അതായിട്ടുള്ള ഇരിക്കണം. നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ എടുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ആ മാവിൽ പ്രസ് ചെയ്ത് തന്നെ ബോളായിട്ട് വന്നോളൂ. ഈ 2 കൈയുടെ ഇടയ്ക്ക് അങ്ങനെ നമ്മൾ ബോൾസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നെയ്യ് കൊണ്ട് അതിൻ്റെ മേളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു തുണി വെച്ചിട്ട്, അത് നനഞ്ഞ തുണി തന്നെയാണ്, നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്ക് അതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതൊരു 15-20 മിനിറ്റ് എങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമ്മൾ എത്രത്തോളം ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം ആ മാവ് സോഫ്റ്റ് ആയിട്ട് തന്നെ വരത്തുള്ള പോലെ നമ്മുടെ പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഫ്ലോറിൽ ഞാൻ കുറച്ചും കൂടെ നെയ്യ് തേച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. കൈ വെച്ച് എണ്ണ കുറച്ച് നെയ്യ് വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് നെയ്യ് വെച്ചിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ നമുക്ക് തൂക്കി ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് തന്നെ ഇതുപോലെ കത്തി വെച്ചിട്ട് നേരെ നടുക്കുന്ന നമുക്ക് പകുതി വരെ അതിന്റെ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വിടില്ല, അതിന്റെ ഒരു ആ താഴേന്ന് ഇച്ചിരി മേളിലേക്ക് വരെ കട്ട് ചെയ്ത് ഇതുപോലെ പൊക്കി വലിച്ചെടുക്കണം. നല്ല വലിച്ചിട്ട് വേണം ഇങ്ങനെ. അപ്പോൾ വലിച്ച് നീട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുക്കണം. നന്നായിട്ട് വലിച്ച് വേണം എടുക്കാൻ, അല്ലാണ്ട് ആ ഒരു രീതി തന്നെ എടുത്താൽ ആ ഒരു ലെയർ ഒരുപാട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കാം. അത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലോറിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി എടുക്കാം. അതിന്റെ ലാസ്റ്റ് വരുന്ന പോർഷൻ നമുക്ക് അതിന്റെ നടുക്കേക്ക് ഉള്ളിലേക്ക് കയറ്റി അങ്ങ് വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നല്ലതായിട്ട് നല്ല പൊറോട്ടയുടെ അതേ ടൈപ്പ് തന്നെ വരും. അതാണ്ട് വീശി അടിച്ച് പൊറോട്ട ഉണ്ടാക്കിയാൽ മാത്രമേ സോഫ്റ്റ്നെസ് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്ഷമയുള്ളവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഒത്തിരി ടൈം എടുക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന്റെ മേലിൽ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് തൂത്തിട്ട് മുമ്പ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമുക്ക് തുണി നനച്ചിട്ട് ആ തുണി അതിന്റെ മേലിലേക്ക് നമുക്ക് ഇട്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പിന്നെ ആ നെയ്യ് ആ ഫ്ലോറിൽ ഒന്ന് തൂക്കുവാണ്. ഇതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇതിന് ഓരോന്നെടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചത് വേണം ആദ്യം എടുക്കാം. അതായത് നമ്മൾ മുമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പരത്തിയിട്ട് ആദ്യം വെച്ചേക്കുന്ന ആ ഒരു മാവ് മാത്രമേ നമ്മൾ ആദ്യം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം കിട്ടും. അത് ഇതുപോലെ ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് അത് പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ മൂടി വെച്ചേക്കണം. അതിന്റെ മുകൾ ഭാഗം കട്ടിയായിട്ട് വരാൻ പാടില്ല, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇച്ചിരി കട്ടിയിൽ ചെയ്യണം. ഒരുപാട് തിന്നായി പോയാൽ ഫ്ലോറിൽ നിന്ന് ഇളക്കി എടുക്കാൻ പാടായിരിക്കും. ഇപ്പോൾ കട്ടി ചെയ്തിട്ട് അടിഭാഗം വേണം ആദ്യം നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പാൻ നല്ല ചൂടായിരിക്കണം, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇത് ഒരു 3 പ്രാവശ്യമെങ്കിലും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ചിടുമ്പോഴത്തേക്ക് അവിടേക്ക് കുറച്ച് നെയ്യും കൂടെ തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നെയ്യ് ഒഴിക്കുന്നതിനൊന്നും നമ്മൾ ഒരുപാട് ലാഭിക്കുകയും വേണം, നന്നായിട്ട് ചെയ്യണം, നല്ല സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്യണം, നന്നായിട്ട് വേവിച്ചെടുക്കണം അത്. പിന്നെ ഇത് പഞ്ചസാര നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺനെസ് നമുക്ക് നന്നായിട്ട് കിട്ടും. കടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പ് കളർ നമുക്ക് കിട്ടും പഞ്ചസാര ഇടുമ്പോൾ. അതിന് പഞ്ചസാര യൂസ് ചെയ്യും. അത്രയും വേണം, പഞ്ചസാര വേണ്ടെങ്കിൽ ഇടേണ്ട നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇങ്ങനെ ഒരു കളറിൽ വരും നമ്മുടെ പൊറോട്ട. ഇതിപ്പോൾ ഒരു 2-3 എണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പൊറോട്ട നമ്മൾ അടിക്കണ പോലെ അടിച്ചെടുക്കാം. അതിന് തന്നെ ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ 2-3 എണ്ണം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് കുറച്ച് നെയ്യ് ഒന്ന് തൂത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ലെയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൊറോട്ടയുടെ ലെയർ കിടക്കുന്ന പോലെ കിടക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങ് നമ്മൾ കൈ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് പൊറോട്ട ആയിട്ട് വരും. ഇപ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ ലെയേഴ്സൊക്കെ അതിന് വിട്ട് നമ്മൾ സാധാരണ നോർമൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പൊറോട്ട പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. പിന്നെ ഇതിന് ചൂട് പോകാണ്ട് നോക്കാം, എന്നാലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടും വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം. ക്രിസ്മസ്